അനിമെയാണെന്ന എല്ലാ മലയാളികൾക്കും സ്വാഗതം. ഡീമൺ സ്ലെയർ സീസൺ 4 അവസാനിച്ച് അടുത്ത സീസണിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ഇനി ഡീമൺ സ്ലെയറിന്റെ സീസൺ 5 ഇറങ്ങാൻ പോകുന്നത് അടുത്ത വർഷം സ്പ്രിംഗ് സീസൺ ഒക്കെ ആകുമ്പോഴായിരിക്കും. അപ്പോൾ അതുവരെ ഡീമൺ സ്ലെയർ ഫാൻസ് എല്ലാവരെയും എന്റർടൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ കണ്ടന്റുമായിട്ട് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഇതുപോലുള്ള കണ്ടന്റ്സ് എല്ലാം ഓൾറെഡി കുറെ ചാനൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ചാനലിൽ ഇതൊരു പുതിയ കണ്ടന്റ് ആണ്. അതുപോലെ തന്നെ മലയാളത്തിലും ഇതങ്ങനെ ആരും ചെയ്തിട്ടില്ല. വാട്ട് ഇഫ് റെങ്കോക്കു ബിക്കേം എ ഡീമൺ, ഈ ഒരു സംഭവമാണ് നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഡീമൺ സ്ലെയർ സീസൺ 2 മൂഗൻ ട്രെയിൻ ആർക്കിൽ റെങ്കോക്കു വേഴ്സസ് ആക്കസ ഇവർ തമ്മിലൊരു തീ യുദ്ധം നടക്കും. ആ ഒരു ഫൈറ്റിന്റെ അന്ത്യമായിട്ട് റെങ്കോക്കുവിനെ ആക്കസ കൊല്ലും. ഈ ഒരു എൻഡിങ് നമ്മൾ ആരും തന്നെ എക്സ്പെക്ട് ചെയ്ത് കാണൂല. നമ്മളിവിടെ ചെയ്യുന്നത് ആ ഒരു എൻഡിങ് തന്നെ മാറ്റി വെക്കുകയാണ്. ആ ഒരു സ്ഥലത്ത് ആക്കസയാണെങ്കിൽ റെങ്കോക്കുവിന് കുറെ വട്ടം ഒരു ഡീമൻ ആവാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്യും. ആദ്യമൊക്കെ റെങ്കോക്കു ഈ ഓഫേഴ്സ് എല്ലാം റിജക്റ്റീവ് ആണെങ്കിൽ പോലും അവസാനം തന്റെ ജീവന് ഒരു പ്രശ്നം വന്നപ്പോൾ താൻ മരിക്കുമെന്ന് അറിഞ്ഞപ്പോൾ റെങ്കോക്കു ഡീമൻ ആവാൻ സമ്മതിക്കും. ആക്കസയാണെങ്കിൽ തന്റെ ബ്ലഡ് ഇഷ്ടംപോലെ റെങ്കോക്കുക്ക് കൊടുക്കും. അവിടെ വെച്ച് റെങ്കോക്കു ഒരു ഡീമനായിട്ട് ട്രാൻസ്ഫോം ആകും. എന്നിട്ട് ഇവർ രണ്ടുപേരും ആണെങ്കിൽ സൂര്യൻ വരുന്ന മുന്നേ തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകും. ടാഞ്ചറോ ആൻഡ് ഇനോസ്കെ ഇവർ രണ്ടുപേരും ഈ നടന്ന കാര്യങ്ങളെല്ലാം നേരിട്ട് തന്നെ വിറ്റ്നസ് ചെയ്യും. ഇവർക്ക് എന്തിനാണ് ചെയ്യേണ്ടതെന്ന് അറിയൂല. ഇവർ രണ്ടുപേരും അവിടെ തന്നെ അങ്ങനെ ഇരിക്കും. ഇവർ രണ്ടുപേരും അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാകും. പ്രത്യേകിച്ച് ടാഞ്ചറോയ്ക്ക് ആണെങ്കിൽ റെങ്കോക്കുവിനോടുള്ള ആ റെസ്പെക്ട് എല്ലാം പോകും. എന്നിട്ട് റെങ്കോക്കു ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്തിനാണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ തന്നെ ടോട്ടലി കൺഫ്യൂസ് ആയി പോകും. അവിടെ ഉണ്ടായിരുന്ന കാക്കയാണെങ്കിൽ എല്ലായിടത്തും പോയിട്ട് എല്ലാ അശ്വരാസിന്റെ അടുത്തും നടന്ന കാര്യങ്ങൾ പറയും. ഇവരാരും തന്നെ ഈ ഒരു കാര്യങ്ങൾ വിശ്വസിക്കൂല. അശ്വരാസ് എല്ലാരും തന്നെ വലിയൊരു ഷോക്കിലാവും. ഇനി എന്തിനാണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്കും അറിയത്തില്ല. ഡീമൺ സ്ലെയറിന്റെ സൈഡിൽ നിന്ന് ഒരു പവർഫുൾ ആയിട്ടുള്ള അശ്വര പോയത് മാത്രമല്ല എനിമി സൈഡിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള വാറിയറും കിട്ടിയിട്ടുണ്ട്. ഡീമൺസിന്റെ സൈഡിലാണെങ്കിൽ നേരത്തെക്കാളും 10 ടൈംസ് പവർഫുൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ നടന്ന കാര്യമാണെങ്കിൽ ആക്കസ മൂസാന്റെ അടുത്ത് പോയി പറയും. മൂസാനാണെങ്കിൽ ഇത് കേട്ടിട്ട് ഉടനെ തന്നെ ആക്കസേനെ പനിഷ് ചെയ്യും. മൂസാൻ ഈ നടന്ന കാര്യങ്ങൾ ഒന്നിനെയും പറ്റി കെയർ ചെയ്യുന്നില്ല. മൂസൻ ആക്കസേന്റെ അടുത്ത് പറഞ്ഞു വിട്ടത് എങ്ങനെയും ടാഞ്ചറോനെ കൊല്ലണമെന്നാണ്. റെങ്കോക്കു ആണെങ്കിൽ ഓൾറെഡി തന്റെ മെമ്മറീസ് എല്ലാം മറക്കും. എന്നിട്ട് ആരുടെ കണ്ണിലും പെടാതെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യും. റെങ്കോക്കുവിന്റെ ബ്ലഡ് ഡീമൻ ആർട്ടിന്റെ കൂടെ ആ ഒരു ബ്രീത്തിങ് സ്റ്റൈലും കമ്പൈൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഡീമനായിട്ട് മാറും. റെങ്കോക്കു ആണെങ്കിൽ തന്റെ ബ്രീത്തിങ് സ്റ്റൈലും ബ്ലഡ് ഡീമൻ ആർട്ടും കൂടെ കമ്പൈൻ ചെയ്ത് ട്രെയിനിങ് ചെയ്യും. ഇങ്ങനെ ഹാർഡറായിട്ട് ട്രെയിനിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡേ ബൈ ഡേ റെങ്കോക്കു ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ട് മാറിക്കൊണ്ടേ വരും. ചില ടൈമിലാണെങ്കിൽ റെങ്കോക്കുവിനോട് ട്രെയിൻ ചെയ്യാൻ ആക്കസയും കാണും. ആക്കസ ആൻഡ് റെങ്കോക്കു ഇവർ രണ്ടുപേരും കൂടെ ട്രെയിനിങ് ചെയ്യുന്നതോടുകൂടി ഇവർ തമ്മിൽ ഫ്രണ്ട്ലി ബാറ്റിൽസും ചെയ്യും. ഇതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടും നല്ലതുപോലെ അധികരിക്കും. പിന്നീട് ബാക്കിയുള്ള എല്ലാം എപ്പോഴും നടക്കുന്ന പോലെ തന്നെയാണ് നടക്കുന്നത്. ടെങ്കന്റെ കൂടെ ടാഞ്ചറോ, ഇനോസ്കെ ആൻഡ് സെനിറ്റ്സു ഇവരെല്ലാരും കൂടെ അപ്പർ റാങ്ക് 6 ആയ ഡാക്കി ആൻഡ് ഗ്യൂട്രോനെ കൊല്ലാൻ വേണ്ടി പോകും. ഇവിടെ വെച്ച് നമ്മൾ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഈ ഒരു ഫൈറ്റിന്റെ അവസാനം ടെങ്കൻ ആണെങ്കിൽ റിട്ടയർ ആവും. അതേപോലെ തന്നെ ടാഞ്ചറോ ആണെങ്കിൽ ഡീമൺ സ്ലെയർ മാർക്ക് അൺലോക്ക് ചെയ്തിട്ടുണ്ടാകും. കുറെ നാൾക്ക് ശേഷം ഒരു അപ്പർ റാങ്ക് ഡീമനെ കൊന്നതുകൊണ്ട് തന്നെ മൂസാനാണെങ്കിൽ അപ്പർ റാങ്ക് ഡീമൻസിനെ മാത്രം കൂട്ടി ഒരു മീറ്റിംഗ് നടത്തും. ഈ ഒരു മീറ്റിംഗിൽ ആക്കസയാണെങ്കിൽ മൂസാന്റെ അടുത്തും ബാക്കിയുള്ള അപ്പർ റാങ്ക് ഡീമൻസിന്റെ അടുത്തും ഡീമൻ റെങ്കോക്കുവിനെ ആണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കും. അവിടെ വെച്ചാണെങ്കിൽ മൂസാന്റെ ഓറ കൊണ്ട് ബാക്കിയുള്ള ഡീമൻസ് എല്ലാം ഷോക്കായി പോവും. ഈവൻ കോക്കുഷുബു വേറെ റെങ്കോക്കുവിനെ പ്രൈസ് ചെയ്യും. ഈവൻ മൂസാൻ വേറെ റെങ്കോക്കുവിനെ കണ്ടിട്ട് ഇംപ്രസ് ആവും. എന്നിട്ട് അവിടെ വെച്ച് തന്നെ റെങ്കോക്കുവിനെ അപ്പർ റാങ്ക് 6 ആക്കി മാറ്റും. ബാക്കിയുള്ള സ്റ്റോറീസ് എല്ലാം ആസ് യൂഷ്വൽ തന്നെ സ്വോർഡ് സ്മിത്ത് വില്ലേജ് ആർക്കിലാണെങ്കിൽ അപ്പർ റാങ്ക് 4 and 5 അവരെല്ലാരും കൂടി കൊല്ലും. എന്നിട്ടാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ റെങ്കോക്കു ആണെങ്കിൽ പാരലൽ ആയിട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പർ റാങ്ക് 4 and 5 ഇല്ലാത്തതുകൊണ്ട് തന്നെ മൂസൻ ആണെങ്കിൽ റെങ്കോക്കുവിനെ അപ്പർ റാങ്ക് 5 ആക്കും. അതേപോലെ തന്നെ നാക്കിമേനെ അപ്പർ റാങ്ക് 4 ആക്കും. എന്നിട്ട് ഇനി അങ്ങോട്ട് നടക്കുന്നത് ഹഷ്റ ട്രെയിനിങ് ആർക്കാണ്. ഈ ഒരു ആർക്കിൽ എല്ലാം സെയിം ആയിട്ടാണ് നടക്കുന്നത്. മൂസാൻ ആണെങ്കിൽ അവസാനമായിട്ട് നെസുഗുവിനെ തേടി ഡീമൺ സ്ലെയർ ഹെഡ്ക്വാർട്ടറിലോട്ട് വരും. അവിടെ വെച്ച് നക്കീമയാണെങ്കിൽ എല്ലാ ഡീമൺ സ്ലെയേഴ്സിനെയും ഇൻഫിനിറ്റി കാസ്റ്റിലോട്ട് സമ്മൻ ചെയ്യും. ഇവരെല്ലാരും കൂടെ അവിടെ സമ്മൻ ആയതിനു ശേഷം ആക്കസയാണെങ്കിൽ ടോമിയാക്ക, ഗിയു ആൻഡ് ടാഞ്ചറോ ഇവരോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകും. ഈ ഒരു ഫൈറ്റും ആസ് യൂഷ്വൽ സെയിം ആണ്. ഈ ഒരു ഫൈറ്റിന്റെ അവസാനമായിട്ട് ആക്കസയാണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ തന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യും. അതിനുശേഷം അവിടെ വെച്ച് പുതിയൊരാൾ എത്തിച്ചേരും. ഇത് കണ്ടിട്ട് ടാഞ്ചറോ ആൻഡ് ഗിയു ഇവർ രണ്ടുപേരും ഷോക്കായി പോവും. അതാരുമല്ല റെങ്കോക്കു ആണ്. ഡീമൺ റെങ്കോക്കുവിനെ കണ്ട ഉടനെ ടാഞ്ചറോയും ടോമിയാക്ക ഗിയുവും ഷോക്കാവും. അവിടെ റെങ്കോക്കു ആണെങ്കിൽ ടാഞ്ചറോനോട് പറയും, നിന്നെ ഞാൻ നേരത്തെ എവിടെ കണ്ടിട്ടുണ്ട്, എവിടെ കണ്ടു മറന്ന മുഖമെന്ന്. ഇത് കേട്ട് ടാഞ്ചറോ റിയാക്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ അപ്പോൾ തന്നെ റെങ്കോക്കു ആണെങ്കിൽ ഫ്ലെയിം ബ്രീത്തിങ് യൂസ് ചെയ്ത് ടാഞ്ചറോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. അവിടെ വെച്ച് ടോമിയാക്ക ഗിയു ആണെങ്കിൽ വാട്ടർ ബ്രീത്തിങ് യൂസ് ചെയ്ത് അത് ബ്ലോക്ക് ചെയ്യും. അവിടെ വെച്ച് ഗിയു മനസ്സിലാക്കും നേരത്തെ കണ്ട റെങ്കോക്കു അല്ല ഇത്, അതിനേക്കാളും ഫാർ പവർഫുൾ ആയിട്ടുണ്ട്. ഈവൻ ഡീമൺ സ്ലെയർ മാർക്ക് അൺലോക്ക്
ചെയ്തിട്ട് പോലും എന്നെ കൊണ്ട് റെങ്കോക്കുന്റെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റൂലെന്ന് ടാൻജിറോനോട് ഗിയു പറയും. ഇത് കേട്ട ടാൻജിറോ നമുക്ക് ട്രൈ ചെയ്യാം, നമ്മൾ എന്തായാലും ഗിവ് അപ്പ് ചെയ്യണ്ട, എന്തായാലും നമ്മൾ ഈ ഫൈറ്റ് ജയിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ റെങ്കോക്കുനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. ടാൻജിറോയും ഗിയുവും ഓൾറെഡി ആക്കാസയോട് ഫൈറ്റ് ചെയ്ത് എക്സോസ്റ്റഡ് ആണ്. ഇവർ രണ്ടുപേരും ഡീമൺ സ്ലെയർമാർക്ക് അവേക്കൻ ചെയ്തിട്ടും ഫുൾ പൊട്ടൻഷ്യലി ഫൈറ്റ് ചെയ്തിട്ട് പോലും ആ ഒരു ഫൈറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത് ഡീമൺ റെങ്കോക്കു ആണ്. അങ്ങനെ ഫൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ടാൻജിറോ ആണെങ്കിൽ റെങ്കോക്കുന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയും. റെങ്കോക്കുവിന്റെ ബ്രദറിനെ പറ്റിയും ഫാദറിനെ പറ്റിയൊക്കെ പറയുമ്പോൾ റെങ്കോക്കു ഒട്ടും തന്നെ സ്റ്റോപ്പ് ചെയ്യൂല. ഫൈറ്റ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഫൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റിൽ വെച്ച് റെങ്കോക്കുന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോമായ 9th ഫോം റെങ്കോക്കു യൂസ് ചെയ്യും. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഒഫൻസീവ് അറ്റാക്കിനെ ടൊമിയാക്ക ഗിയു ആണെങ്കിൽ തന്റെ 11th ഫോം ഡെഡ് കാം യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. അതോടുകൂടി ഗിയുവിന് നല്ലൊരു ഇഞ്ചുറി പറ്റും. അതിനുശേഷം ടൊമിയാക്ക ഗിയുവിന് ഒട്ടും തന്നെ അനങ്ങാൻ പറ്റൂല. അവിടെ വെച്ച് ടാൻജിറോ ഒറ്റയ്ക്ക് റെങ്കോക്കുനെ ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ഒരു പോയിന്റിലാണെങ്കിൽ ടാൻജിറോയ്ക്കും റെങ്കോക്കുനോട് പിടിച്ചിരിക്കാൻ പറ്റൂല. അവിടെ വെച്ചാണെങ്കിൽ ടാൻജിറോ കുറെ കാര്യങ്ങൾ റെങ്കോക്കുന്റെ അടുത്ത് പറയും. അപ്പോൾ അവിടെ വെച്ചാണ് റെങ്കോക്കുന്റെ അമ്മേനെ പറ്റി റെങ്കോക്കുന്റെ അടുത്ത് പറയുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം റെങ്കോക്കുന്റെ അടുത്ത് പറയുമ്പോൾ റെങ്കോക്കു അവിടെ വെച്ച് സ്റ്റക്ക് ആവും. തന്റെ അമ്മേനെ പറ്റി കേൾക്കുമ്പോൾ റെങ്കോക്കു അവിടെ എമോഷണൽ ആവും. പിന്നീട് റെങ്കോക്കുന്റെ അമ്മ പറഞ്ഞിട്ടാണ് റെങ്കോക്കു ഒരു ഡീമൺ സ്ലെയർ ആയതെന്നും റെങ്കോക്കു ഡീമൺ സ്ലെയറിൽ തന്നെ ഒരു ഹൈ റാങ്ക് നേടിയെടുത്ത ഹഷിറയാണെന്നും ടാൻജിറോ പറയും. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ റെങ്കോക്കു തന്റെ ഫ്ലാഷ് ബാക്ക് എല്ലാം ഓർത്തു നോക്കും. അങ്ങനെയാണ് റെങ്കോക്കുവിന് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നത്. താൻ ഒരു ഹഷിറ ആയിരുന്നെന്നും പിന്നീട് ആക്കാസനോട് ഫൈറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഡീമനായിട്ട് മാറിയതെന്നും ഈ നടന്ന എല്ലാ കാര്യങ്ങളും റെങ്കോക്കുക്ക് ഓർമ്മ വരും. എന്നിട്ട് റെങ്കോക്കു ആണെങ്കിൽ ടാൻജിറോയുടെ അടുത്ത് സംസാരിക്കും. ഞാനിങ്ങനെ ഒരു തെറ്റായിട്ടുള്ള പാതയിൽ പോകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല. ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, കുറെ പേരെയും കൊന്നിട്ടുണ്ട്. ഇതൊന്നും ആർക്കും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കുറ്റമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നു. അതിനു മുന്നേ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. എന്തായാലും ഈ ലോകത്തുള്ള ഡീമൻസ് എല്ലാത്തിനെയും ഞാൻ കൊല്ലും. റെങ്കോക്കു പറയും. ഇത് കേട്ട ടാൻജിറോ ആൻഡ് ഗിയു ആണെങ്കിൽ ഹാപ്പി ആവും. ഇവർ മൂന്നുപേരും കൂടെ ബാക്കിയുള്ള അഷുറാസ് എല്ലാവരും എവിടെയാണെന്ന് തേടി കണ്ടുപിടിക്കാൻ വേണ്ടി പോകും. അവിടെ വെച്ചാണ് ഇവർ മൂസാൻ കിബുത്സുജിനെ കാണുന്നത്. അവിടെ വെച്ച് മൂസാൻ ആണെങ്കിൽ ഓൾറെഡി തന്റെ ഫൈനൽ ഫോം ആയിട്ട് ട്രാൻസ്ഫോം ആയിട്ടുണ്ടാകും. മൂസാനായിട്ടും ടാൻജിറോ ആയിട്ടും ചെറിയൊരു കോൺവെർസേഷൻ നടക്കും. എന്നിട്ട് മൂസാൻ ആണെങ്കിൽ ഡീമൻ റെങ്കോക്കുവിനെ നോക്കും. മൂസാൻ ആണെങ്കിൽ റെങ്കോക്കുവിന്റെ അടുത്ത് പറയും, നീ എന്തുകൊണ്ടാണ് അവരുടെ സൈഡിൽ നിൽക്കുന്നത്, നീ എന്തുകൊണ്ട് അവരെ കൊന്നില്ല എന്ന്. ഇതിന്റെ എതിരെയായിട്ട് റെങ്കോക്കു പറയും, എനിക്കിനി നീ പറയുന്നൊന്നും കേൾക്കാൻ പറ്റൂല, എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ഞാൻ ആരുടെയും അടിമയല്ല എന്ന്. ഇത് കേട്ട മൂസാൻ ആണെങ്കിൽ ദേഷ്യപ്പെടും. എന്നിട്ട് റെങ്കോക്കുവിന്റെ ബോഡിന്റെ അകത്തുള്ള തന്റെ ബ്ലഡ് സെൽസ് യൂസ് ചെയ്ത് മൂസാൻ ആണെങ്കിൽ റെങ്കോക്കുവിനെ കൊല്ലാൻ നോക്കും. പക്ഷേ എത്ര ട്രൈ ചെയ്തിട്ടും മൂസാനെ കൊണ്ടത് പറ്റൂല. മൂസാൻ ആണെങ്കിൽ ഷോക്കായി പോവും. ഡീമൻ റെങ്കോക്കുവിന്റെ വിൽ പവർ കാരണം മൂസാനെ കൊണ്ട് ഡീമൻ റെങ്കോക്കുവിനെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിരുന്നില്ല. മൂസാൻ എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും റെങ്കോക്കു ആണെങ്കിൽ അതിൽ നിന്ന് സർവൈവ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് മൂസാൻ ആണെങ്കിൽ റെങ്കോക്കുവിന്റെ അടുത്ത് പറയും, നീയാണ് എന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡീമൻ, അപ്പർ റാങ്ക് 6 തന്നെ ഏറ്റവും പവർഫുൾ ഡീമൻ നീ ആയിരുന്നു. നീയും ആക്കസയും ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഡ്യൂോ ആയിട്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡീമൻ കിങ് ആയിട്ട് എനിക്കറിയാം ആക്കസയൊന്നും പവർ ലെവൽസ് വെച്ച് നിന്റെ അടുത്ത് പോലും വരത്തില്ല, നിന്റെ കമ്പാരിസൺ പോലും ചെയ്യാൻ പറ്റൂലെന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. നീയാണ് അപ്പർ റാങ്ക് 1 ആയ കോക്കോഷുബിനെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഡീമൻ. അതുകൊണ്ട് തന്നെ അപ്പർ റാങ്ക് 1 ആയിട്ട് നിന്നെ ഞാനിപ്പോൾ പ്രൊമോട്ട് ചെയ്യാം. അതേപോലെ എന്റെ ഇഷ്ടംപോലെ ബ്ലഡും നിനക്ക് തരാം. നീ ആദ്യമേ എന്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യ്. നമുക്കാദ്യം ഈ നാശം പിടിച്ച ഡീമൻ സ്ലേയേഴ്സിനെ എല്ലാരും കൊല്ലാം. എന്നിട്ട് നമുക്ക് ഈ ലോകം തന്നെ കീഴടക്കാമെന്ന് മൂസാൻ പറയും. അവിടെ വെച്ചാണെങ്കിൽ റെങ്കോക്കു ചെറുതായിട്ട് സ്മൈൽ ചെയ്യും. എന്നിട്ട് ഒറ്റ സെക്കൻഡിൽ തന്നെ തന്റെ ഫൈനൽ ഫോമായ റെങ്കോക്കു ഫോം യൂസ് ചെയ്ത് മൂസാനെ അറ്റാക്ക് ചെയ്യും. അവിടെ വെച്ച് മൂസാന്റെ ഫൈനൽ ഫോമിൽ വരുന്ന ടെന്റക്കിൾസ് എല്ലാം തന്നെ ഇഷ്ടം പോലെ പീസുകളായിട്ട് ചെതറിപ്പോവും. ഇത് കണ്ട് മൂസാനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഉടനെ തന്നെ റീജനറേറ്റ് ചെയ്യും. എന്നിട്ട് തന്റെ ഫുൾ പവർ യൂസ് ചെയ്ത് റെങ്കോക്കുനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. അവിടെ വെച്ച് ടൊമിയാക്ക ഗിയു ആൻഡ് ടാൻജിറോ ഇവർ രണ്ടുപേരും ഇന്റർഫിയർ ചെയ്ത് ആ ഒരു അറ്റാക്ക് ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ഫൈറ്റ്സ് എല്ലാം നോർമലായിട്ട് പോയതുപോലെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഡീമൻ റെങ്കോക്കു ഉള്ളതുകൊണ്ട് ഡാമേജസ് എല്ലാം ഡീമൻ റെങ്കോക്കു ഫ്രണ്ടിൽ പോയിട്ട് ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെ അഷുറാസ് ആർക്കും വലിയ രീതിയിൽ ഇഞ്ചുറി ആവത്തില്ല. അതേപോലെ കുറെ ഡീമൻ സ്ലേയേഴ്സും ഈ ഒരു ഫൈറ്റിൽ മരിക്കില്ല. പിന്നീട് കുറച്ചുകൂടെ ആകുമ്പോൾ ബാക്കിയുള്ള അഷുറാസും ഈ ഒരു ഫൈറ്റിൽ ജോയിൻ ചെയ്യും. ഗയോമി, സനേമി, ഒബാനായ് ഇവരെല്ലാരും ഫൈറ്റിന്റെ അവസാനമാണെങ്കിൽ ഡീമൻ റെങ്കോക്കുവും ബാക്കിയുള്ള അഷുറാസ് എല്ലാരും കൂടി സൂര്യ വെളിച്ചം വരുന്നവരെ മൂസാനെ പുറത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കും. അവിടെ വെച്ച് മൂസാനാണെങ്കിൽ സൂര്യൻ കൊണ്ടുടനെ തന്നെ വാനിഷ് ആയി പോകും. അങ്ങനെ ഡീമൻ കിങ് മൂസാൻ അവിടെ വെച്ച്
വെച്ച് ഇല്ലാണ്ടാകും. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ചേഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏതൊരു അശ്രാസും മരിക്കില്ല. അതേപോലെ കുറെ ഡീമൺ സ്ലേയേഴ്സും അവരുടെ ജീവന് വലിയ കുഴപ്പം വരാതെ രക്ഷപ്പെടും. എന്നിട്ടാണെങ്കിൽ റെങ്കോക്കു ആണെങ്കിൽ ബാക്കിയുള്ളവർക്ക് പറയും, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ചെയ്തിട്ടുണ്ട്, എന്റെ അമ്മയ്ക്ക് കൊടുത്ത പ്രോമിസ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ മനസ്സ് സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ നിങ്ങൾ ക്ഷമിക്കണം, എന്തായാലും ഞാനിതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ചെയ്തിരുന്നത്, അപ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന് റെങ്കോക്കു പറയും. ഇത് കേട്ട് ബാക്കിയുള്ള അശ്രാസും ഡീമൺ സ്ലേയേഴ്സും എല്ലാം തന്നെ എമോഷണൽ ആവും. എന്നിട്ടാണെങ്കിൽ റെങ്കോക്കു അവിടെ നിന്ന് വാനിഷായി പോകും. അതിനുശേഷം റെങ്കോക്കുവിന് വേണ്ടി വലിയൊരു സ്റ്റാച്ചു ഒക്കെ ചെയ്ത് ഡീമൺ സ്ലേയർ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വെക്കും. ഡീമൺ സ്ലേയറിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറായിട്ട് റെങ്കോക്കു മാറും. ഇതാണ് ഈ സ്റ്റോറിയുടെ എൻഡിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എത്ര ലൈക്ക് ചെയ്യുന്നോ അതനുസരിച്ചാണ് ഇതുള്ള വാട്ട് ഇഫ് വീഡിയോ കണ്ടന്റ്സ് ഇനിയും വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ജസ്റ്റ് ലൈക്ക് ചെയ്യുക, അതുമാത്രം മതി. പിന്നീട് നിങ്ങൾക്ക് ഇനി ഏത് വാട്ട് ഇഫ് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. ഇതോടെ വീഡിയോ അവസാനിച്ചു. ഓക്കെ.